ഇടുക്കി മൂന്നാറിലെ മുതിരപ്പുഴ കറുത്ത നിറത്തിൽ ഒഴുകിയതോടെ ബോട്ടിംഗ് നിർത്തിവെച്ച ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ. ബോട്ടിംഗിനെത്തുന്ന സഞ്ചാരികൾ പുഴയിലെ വെള്ളത്തിൽ കൈ നനച്ചാൽ അലർജി ഉണ്ടാകുമോ എന്ന ഭയത്തിലാണ് DTPC ബോട്ടിംഗ് നിർത്തിവെച്ചത്. നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയുമില്ലെന്ന് DTPC അധികൃതർ പറഞ്ഞു. ക്രിസ്തുമസ് അവധിയായതോടെ നിരവധി സഞ്ചാരികളാണ് മൂന്നാറിലേക്ക് എത്തുന്നത്. ബോട്ടിംഗ് എല്ലാം നടത്തി രസകരമായി സഞ്ചാരികൾ മുന്നോട്ട് പോകുമ്പോൾ പല സ്ഥലം മാട്ടുപടി അടക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം ബോട്ടിംഗ് നടത്താറുണ്ട്. പക്ഷേ ഇന്ന് പഴയ മൂന്നാറിലെ ബോട്ടിംഗ് സെന്റർ ഇന്ന് തുടങ്ങാൻ കഴിഞ്ഞില്ല അല്ലേ? എന്നാ പറ്റി? ഇന്ന് നമ്മള് സ്ഥിരമായിട്ട് ഇപ്പോൾ നല്ല തിരക്കുണ്ട്, ധാരാളം ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ ഇന്ന് രാവിലെ വരുമ്പോഴത്തേക്ക് ഈ പുഴയ്ക്കുള്ളിലെ വെള്ളം മുഴുവൻ ടാറ് മാതിരിയാണ്, അത്രയ്ക്ക് കറുത്ത നിറമായിരുന്നു. അതുകൊണ്ട് ഇവിടെ ബോട്ടിൽ കയറ്റി വിടുമ്പോൾ സാധാരണ ടൂറിസ്റ്റുകൾ കയ്യിൽ വെള്ളം എടുക്കുകയും മുഖം കഴുകുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള അലർജിയോ എന്തെങ്കിലും അസുഖങ്ങളോ ഉണ്ടാകുമെന്ന് ഭയന്നിട്ട് ബോട്ടിംഗ് നിർത്തിവെച്ചു. ഇതേ സംഭവം ഇതിനു മുമ്പ് പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. പല സ്ഥലത്തും അധികാരികളോടൊക്കെ പറഞ്ഞെങ്കിലും യാതൊരു പരിഹാരങ്ങളും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ദിവസവും DTPCക്ക് ഇപ്പോൾ 10,000 രൂപയുടെ നഷ്ടം ഇപ്പോൾ നമുക്ക് ഓരോ ദിവസവും ഉണ്ടാകുന്നുണ്ട്. തൽക്കാലം ബോട്ടിംഗ് നിർത്തി വെച്ചിരിക്കുകയാണ്, നടത്തിക്കൊണ്ട് പോകാൻ നിവൃത്തിയില്ല. ഏതായാലും അത്തരത്തിൽ തന്നെയാണ് പലപ്പോഴും ഈ മുതിരപ്പുഴ കറുത്ത് വലിയ മലിനമായിട്ടാണ് ഒഴുകുന്നത്. പക്ഷേ ഇതിന്റെ ഒരു ഉറവിടം എവിടെ നിന്നാണ് ഈ കറുത്ത വെള്ളം ഒഴുകുന്നുള്ള ഒരു ഉറവിടം അധികൃതർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഇന്ന് DTPയുടെ ബോട്ടിംഗ് നടത്താൻ സാധിച്ചില്ല. 10,000 നഷ്ടമാണ് DTPCക്കുള്ളത്. ഏതായാലും ഈ കറുത്ത വെള്ളം ഒഴുക്കുന്നതിനെതിരെ ശക്തമായ ഒരു നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.